നെക്സ്റ്റ് ടോപ്പിക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ ടെസ്റ്റിങ്. റിക്വയർമെൻറ്റ് അനാലിസിസ് ഫേസും അതുപോലെ ഫീസിബിലിറ്റി സ്റ്റഡിയും ഡിസൈനും കോഡിങ്ങും കഴിഞ്ഞിട്ടാണ് ടെസ്റ്റിംഗ് വരുന്നത്. ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മെയിൻ്റനൻസ് ആണ്. എന്താണ് ടെസ്റ്റിംഗ്? സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് an activity to check whether the actual result matches the expected result and to ensure that the software system is defect free. ഒരു കസ്റ്റമറിന് അവർ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ആണോ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തതിന് ശേഷം കിട്ടുന്നതെന്നുള്ളതും ഡെവലപ്പ് ചെയ്തതിന് ശേഷം ആ ഒരു സോഫ്റ്റ്വെയർ ഡിഫക്റ്റ് ഫ്രീ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് മീൻസ് ദ പ്രോസസ് ഓഫ് എക്സിക്യൂട്ടിംഗ് എ പ്രോഗ്രാം വിത്ത് ഇഡൻറ്റിഫൈഡ് എറർ ഫൈൻഡ് ചെയ്യാനും, രണ്ടാമത്തെ എന്ന് പറയുന്നത് ഹൈ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻഡ് അൺഡിസ്കവേർഡ് എറർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ മൂന്നാമത്തെ എന്ന് പറയുന്നത് എ സക്സസ്ഫുൾ ടെസ്റ്റ് ഈസ് ഓൺ ദാറ്റ് അൺകവേഴ്സ് ആൻഡ് അൺഡിസ്കവർ എറർ. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഡിഫക്റ്റ് ഫ്രീ ആയിട്ട് സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൽ എപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റാത്തതും കണ്ടുപിടിക്കാത്തതുമായ എറേഴ്സ് കാണും. അതിനെല്ലാം ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ഉദ്ദേശം. സിസ്റ്റമാറ്റിക്കലി അൺകവർ ടൈപ്പ് ഓഫ് എറേഴ്സ് വിത്ത് മിനിമം ടൈം ആൻഡ് എഫർട്ട്. മിനിമം ടൈമും എഫർട്ട് യൂസ് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് എറേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ടെസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം. ടെസ്റ്റിംഗിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇഡൻറ്റിഫൈൻഡ് എറേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതും, നല്ല ടെസ്റ്റ് കേസുകൾ കൊടുത്തിട്ട്, നല്ല ടെസ്റ്റ് കേസ് മീൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഇൻപുട്ടിനാണ് നമ്മൾ ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. നല്ല ടെസ്റ്റ് കേസ് കൊടുത്ത് മാക്സിമം അൺഡിസ്കവേർഡ് ആയിട്ടുള്ള എറേഴ്സിന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് മിനിമം ടൈമും എഫർട്ടും എടുത്ത് ഈ പറയുന്ന എറേഴ്സ് കണ്ടുപിടിക്കാനുള്ളത്. നെക്സ്റ്റ് ടെസ്റ്റിംഗ് പ്രിൻസിപ്പിൾ. ടെസ്റ്റിംഗ് പ്രിൻസിപ്പിൾ ബേസ്ഡ് ഓൺ കസ്റ്റമേഴ്സ് റിക്വയർമെൻറ്റ്സ്. രണ്ടെന്ന് പറയുന്നത് ടെസ്റ്റ് ഷുഡ് ബി പ്ലാൻഡ് ലോങ് ബിഫോർ ടെസ്റ്റിംഗ് ബിഗിൻസ്. 80% of all bugs can be found in 20% of program module. Complete testing is not possible. Effective testing should be conducted by an independent third party. ടെസ്റ്റിംഗ് പ്രിൻസിപ്പിളിന് ഒന്നാമത്തെ പറയുന്നത് എപ്പോഴും കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് ബേസ്ഡ് ആയിട്ടായിരിക്കണം ടെസ്റ്റ് ചെയ്യുന്നുള്ളതും, ടെസ്റ്റിങ്ങിന് മുമ്പേ തന്നെ അത് പ്ലാൻ ചെയ്തിരിക്കുകയും ഒരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിൽ 80% കോഡിൽ 20% പ്രോഗ്രാം കോഡിൽ 80% ബഗ് കാണുമെന്നുള്ളത് പോസിബിലിറ്റിയാണ്. എപ്പോഴും കംപ്ലീറ്റ് ആയിട്ടൊരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ടെസ്റ്റിംഗ് എപ്പോഴും ഒരു ഡെവലപ്പ് ചെയ്ത ആൾ, അതുപോലെ കമ്പനി, കസ്റ്റമർ അല്ലാതെ തേർഡ് പാർട്ടി ടെസ്റ്റ് ചെയ്തിരിക്കണം എന്നതാണ് ടെസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് പറയുന്നത്. Based on customer requirement, plan long. 80% of all bugs can be found in 20% of program module. Complete test is not possible. Effective testing should be conducted by an independent third party. ഇനി രണ്ട് രീതിയിലുള്ള ടെസ്റ്റിംഗ്സ് ആണുള്ളത്. ടെസ്റ്റിംഗ് അപ്രോച്ചാണ്. ഒന്ന് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ വ്യൂ ഓഫ് ടെസ്റ്റിംഗ്സ്. അത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ആൻഡ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്. എന്താണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്? അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗിൻ്റെ ബിഹേവിയറൽ ടെസ്റ്റിംഗ്, സ്പെസിഫിക്കേഷൻ ബേസ്ഡ് ഓർ ഇൻപുട്ട് ഔട്ട്പുട്ട് ടെസ്റ്റിംഗ് എന്ന് പറയാം. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ഈസ് എ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് മെത്തേഡ് ഇൻ വിച്ച് ടെസ്റ്റർ ഇവാലുവേറ്റ് ദ ഫങ്ഷണാലിറ്റി ഓഫ് ദ സോഫ്റ്റ്വെയർ അണ്ടർ ടെസ്റ്റ് വിത്തൗട്ട് ലുക്കിംഗ് അറ്റ് ദ ഇന്റേണൽ കോഡ് സ്ട്രക്ചർ. ഇന്റേണൽ കോഡ് സ്ട്രക്ചറിനെ നോക്കാതെ തന്നെ എക്സ്റ്റേണൽ ബിഹേവിയറിനെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് പറയുന്നത്. അതിൽ എന്തൊക്കെയാണ് എക്സ്റ്റേണൽ ബിഹേവിയർസിനെ ടെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷൻസ്, അത് ചെയ്യുന്ന ഓപ്പറേഷൻസ്, എക്സ്റ്റേണൽ ഇൻ്റർഫേസസ്, എക്സ്റ്റേണൽ ഡേറ്റ. ഇത്രയാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗിൽ എക്സ്റ്റേണൽ ആയിട്ട് ടെസ്റ്റ് ചെയ്യുക. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് അൺകവേഴ്സ്. എന്തൊക്കെയാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് കൊണ്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട്? ഒന്ന്, ഇൻകറക്റ്റ് ഓർ മിസ്സിംഗ് ഫങ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇന്റർഫേസ് എറേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഡേറ്റ സ്ട്രക്ചേഴ്സ് എറർ കണ്ടുപിടിക്കാൻ പറ്റും. പെർഫോമൻസ് എറർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനിഷ്യലൈസേഷൻ ഓർ ടെർമിനേഷൻ എറേഴ്സും കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് മെത്തേഡ് ഈസ് അപ്ലൈഡ് ടു ദ ഫോളോയിങ് ലെവൽ ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. ഇറ്റ് ഈസ് മെയിൻലി അപ്ലൈഡ് ടു സിസ്റ്റം ടെസ്റ്റിംഗ് ആൻഡ് അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. നമുക്ക് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് 3 ലെവലായിട്ട് പറയാം.
മെയിൻലി ഇത് അപ്ലൈ ചെയ്യുന്നത് സിസ്റ്റം ടെസ്റ്റിങ്ങിലും അക്സെപ്റ്റൻസ് ടെസ്റ്റിങ്ങിലുമാണ്. അപ്പം എന്തൊക്കെയാണ്? ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ഉണ്ട്, സിസ്റ്റം ടെസ്റ്റിംഗ് ഉണ്ട്, അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ഉണ്ട്. ഇനി അതെന്താണെന്നുള്ളത് ലാസ്റ്റ് പറയാം. ഇനി മെയിനായിട്ടും ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഇക്വലൻസ് പാർട്ടീഷൻ ടെസ്റ്റിങ്ങും ബൗണ്ടറി വാല്യൂ അനാലിസിസും ആണ്. അത് എന്താണ് ഇക്വലൻസ് പാർട്ടീഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Equivalence partition or equivalence class partitioning is a software testing technique that divides the input data of a software unit to partition of equivalent data from which tested case can be derived. Partition expected to show similar behavior, so selecting one input from each partition to design the test cases. If a condition in a partition is valid, otherwise conditions are valid too. If condition in a partition is invalid, other conditions are invalid too. അപ്പോൾ ഇവിടെ ഇക്വലന്റ് പാർട്ടീഷൻ ടെസ്റ്റിംഗ് എങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഏജ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബോക്സിലോട്ട് നമുക്ക് ഏജ് കൊടുക്കണം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏജ് 1 to എത്ര വേണോ up to 100 വരെ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ഈ പറയുന്ന ഏജ് ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് 18 to 56 വരെയുള്ള വാല്യൂസാണ് നമ്മൾ എൻ്റർ ചെയ്യാനുള്ളതെന്ന്. അപ്പോൾ ഇവിടെ ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് കേസസ് കൊടുക്കുന്നത് എപ്പോഴും 17 താഴെയാണ് എന്നുണ്ടെങ്കിൽ അത് ഇൻവാലിഡ് ആയിരിക്കും. 56 മുകളിലാണെന്നുണ്ടെങ്കിൽ അതിന് ഇൻവാലിഡ് ആയിരിക്കും. എപ്പോഴും വാല്യൂ എപ്പോഴും 18നും 56നും ഇടയിലായിരിക്കും. ഇപ്പോൾ ഈ 18നും 56നും ഇടയിലുള്ള എല്ലാ വേരിയബിൾസും ടെസ്റ്റ് കേസാണ്. 17, 18, 19 ഒക്കെ ടെസ്റ്റ് കേസാണ്. 57, 58, 59 എല്ലാം ടെസ്റ്റ് കേസാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാല്യൂസിനെ എല്ലാം നമുക്ക് പറയാം ടെസ്റ്റ് കേസ്. പക്ഷെ വാലിഡ് ആയിട്ടുള്ള ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത് 18 to 56 ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. ഇനി മൊബൈൽ നമ്പേഴ്സും എപ്പോഴും മൊബൈൽ നമ്പേഴ്സ് നമ്മൾ 10 ഡിജിറ്റ്സ് ആണ് പറയാറുള്ളത്. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ എപ്പോഴും 10 ഡിജിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇൻവാലിഡ് എന്ന് പറഞ്ഞാൽ 10ൽ കുറവാണെങ്കിൽ ഇൻവാലിഡ് ആയിരിക്കും, 10ൽ കൂടുതലാണെങ്കിൽ ഇൻവാലിഡ് ആയിരിക്കും. അപ്പോൾ 10 ആയിട്ടുള്ള നമ്പേഴ്സാണ് നമുക്ക് മസ്റ്റായിട്ട് മൊബൈൽ നമ്പേഴ്സ് കൊടുക്കാറുള്ളത്. എന്താണ് ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ divide the input data of the software into partition of equivalent data from the test case can be derived. ടെസ്റ്റ് കേസ് വെച്ച് നമുക്ക് എന്താണോ ചെയ്യേണ്ടുന്നത് അതിനെ ഡിവൈഡ് ചെയ്ത് പാർട്ടീഷൻ ആക്കിയിട്ടാണ് നമ്മൾ ഇക്വലന്റ് പാർട്ടീഷൻ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നത്. നേരത്തെ ഏജിലാണെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 3 കാറ്റഗറി ആണ്. 18ന് താഴെയും 18ന് 56നുള്ള ഇടയിലും 56ന് മുകളിലുമായിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്തതാണ് ഈക്വലി പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. ഈ പറയുന്നതാണ് ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. പാർട്ടീഷൻ എക്സ്പെക്റ്റഡ് ടു ഷോ സിമിലർ ബിഹേവിയർ ആണല്ലോ അല്ലേ. 17ന് താഴെയുള്ളതാണെങ്കിൽ ഇൻവാലിഡ് തന്നെ ആയിരിക്കും. അതുപോലെ 18ന് മുകളിൽ 56നും ഇടയ്ക്കുവാണെങ്കിൽ വാലിഡും ആയിരിക്കും. സോ സെലക്ടിങ് ഓൺ ഇൻപുട്ട് ഫ്രം ഈച്ച് പാർട്ടീഷൻ ടു ഡിസൈൻ ദ ടെസ്റ്റ് കേസ്. നമുക്ക് ആ പറയുന്ന അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഈച്ചിൽ ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ടെസ്റ്റ് കേസസ് എല്ലാം കറക്റ്റ് ആകും എന്നാണ് ഈ പറയുന്ന ഇക്വലൻസ് പാർട്ടീഷൻ ടെസ്റ്റ് കേസിൽ പറയുന്നത്. ഇനി ഒരെണ്ണം ആ ഒരു റേഞ്ചിൽ കൊടുത്തേക്കുന്നതിൽ ഒരെണ്ണം ഇൻവാലിഡ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇൻവാലിഡ് ആയിരിക്കും. ഒരെണ്ണം വാലിഡ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം വാലിഡും ആയിരിക്കും. ഇനി ബൗണ്ടറി വാല്യൂ അനാലിസിസ് എന്നുള്ളതാണ് പറയുന്നത്. ബൗണ്ടറി വാല്യൂ അനാലിസിസ് is the software testing technique in which testings are designed to include representatives of boundary values in a range. Testing the boundary value of valid and invalid partition. Every partition has its maximum and minimum value, and these values are the boundary values of the partition. The boundary value of an valid partition is a valid boundary value. A boundary value of an invalid partition is an invalid boundary value. അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുള്ളത് നമ്മളിവിടെ മാക്സിമം ആയിട്ട് മിനിമം റേഞ്ച് സെറ്റ് ചെയ്തേക്കും. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിഡ് ആയതിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് 56ഉം വാലിഡ് ആയതിൻ്റെ മിനിമം എന്ന് പറയുന്നത് 18ഉമാണ്. അപ്പം മിനിമവും ടെസ്റ്റ് ചെയ്യും, മാക്സിമവും ടെസ്റ്റ് ചെയ്യും. ഇനി മിനിമം കഴിഞ്ഞിട്ടുള്ളതിന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. 17 ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഇൻവാലിഡ് ആണ്. 56 ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് വാലിഡ് ആണ്. അതിനേക്കാളും ഒന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആണ്.
നമ്പർ ഡിജിറ്റിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം നെയിമാണ് ഇതിൽ വേറൊരു ടെക്സ്റ്റ് ബോക്സ് ആയിട്ട് പറയുന്നത്. 6 തൊട്ട് 12 ക്യാരക്ടേഴ്സ് മാത്രമേ ഈ ടെക്സ്റ്റ് ബോക്സിൽ നെയിമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 5 ലെറ്റേഴ്സ് കൊടുത്ത് നോക്കുന്നു, അത് ഇൻവാലിഡ് ആണ്. അപ്പോഴെന്ത് ചെയ്യും, 6 ഉള്ളത് കൊടുത്ത് നോക്കും, 12 ഉള്ളത് കൊടുത്ത് നോക്കും. മാക്സിമവും മിനിമവും ചെക്ക് ചെയ്ത് നോക്കും. അത് വാലിഡ് ആണെന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ വരുന്നത് വാലിഡ് ആയിരിക്കും. മാക്സിമത്തിൽ ഏതെങ്കിലും ഇൻവാലിഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മേളിലോട്ട് കിടക്കുന്നതെല്ലാം ഇൻവാലിഡ് ആയിരിക്കും. ഇവിടെ ബൗണ്ടറി വാല്യൂ അനാലിസിസിൽ നിന്നും ഇക്വലന്റ് പാർട്ടീഷൻ അനാലിസിസിൽ നിന്നും ബൗണ്ടറി വാല്യൂ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഇവിടെ മാക്സിമം ആൻഡ് മിനിമം റേഞ്ച് സെറ്റ് ചെയ്തിട്ട് മാക്സിമം ആൻഡ് മിനിമം ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതേസമയം ഇക്വലന്റ് പാർട്ടീഷനിൽ എപ്പോഴും ഇൻ ബിറ്റ്വീൻ ഉള്ള ഏതെങ്കിലും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റേഞ്ചിലുള്ളതെല്ലാം വാലിഡ് ആണ് എന്നാണ് പറയുന്നത്. ഇവിടെ ഒന്നുകൂടെ പറയാം, റെപ്രസെൻറ്റ്സ് ബൗണ്ടറി വാല്യൂസിനെ റേഞ്ച് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. Thus the boundary values of valid and invalid partition. Boundary values invalid valid ആയിട്ടുള്ള partition വേണ്ടി ചെക്ക് ചെയ്യും. Every partition has maximum and minimum value, and these values are the boundary values of the partition. Maximum minimum values ആയിരിക്കും മിക്കവാറും boundary values എന്ന് പറയുന്നത്. ഇതിനെയാണ് ഇക്വലന്റ് ബൗണ്ടറി വാല്യൂവിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് ടെസ്റ്റ് കേസസ് ആയിട്ട് എടുത്ത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ് അപ്രോച്ചസ് 2 വിധമാണ്, എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ. അപ്പോൾ എക്സ്റ്റേണൽ ടെസ്റ്റിംഗ് ആണ് ശരിക്കും ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്. അതിൽ എക്സ്റ്റേണൽ ബിഹേവിയേഴ്സ് ആണ് ടെസ്റ്റ് ചെയ്യുക. എക്സ്റ്റേണൽ ബിഹേവിയേഴ്സ് ആയ ഫംഗ്ഷൻ, ഓപ്പറേഷൻസ്, ഇന്റർഫേസസ്, ഡേറ്റ ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതിൽ വരുന്ന എറേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഫംഗ്ഷൻ മിസ് ചെയ്തതോ, ഇന്റർഫേസിൻ്റെ എറേഴ്സോ, ഡേറ്റ സ്ട്രക്ചേഴ്സിൻ്റെ എറേഴ്സോ, പെർഫോമൻസ് എററോ, ഇനിഷ്യലൈസേഷനോ ടെർമിനേഷൻ എററോ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൽ തന്നെ നമുക്ക് മസ്റ്റായിട്ട് പറയുന്ന ലെവൽസ് ഓഫ് അപ്രോച്ചസ് എന്ന് പറയുന്നത് സിസ്റ്റം ടെസ്റ്റിങ്ങും അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗും ആണ് മെയിനായിട്ടുള്ളതും. പിന്നെ ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റിങ്ങും ഉണ്ട്. ഇനി ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്സ് എന്ന് പറയുന്ന 2 രീതിയിലാണ്. ഇക്വലന്റ് പാർട്ടീഷൻ ടെസ്റ്റിംഗും ബൗണ്ടറി വാല്യൂ അനാലിസിസും. ഇക്വലന്റ് പാർട്ടീഷനിലും ബൗണ്ടറി വാല്യൂ അനാലിസിസും നമ്മൾ ടെസ്റ്റ് കേസിന് റേഞ്ച് പറഞ്ഞാണ് ടെസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ടെസ്റ്റിംഗിൽ എന്താണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് നോക്കാം. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് നമ്മൾ മെയിനായിട്ട് പറയുന്നത് ഇന്റേണൽ ടെസ്റ്റിംഗ് എന്നാണ്. ഇന്റേണൽ ടെസ്റ്റിംഗ് മീൻസ് കോഡിംഗ് പാർട്ടിയെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിനെ നമുക്ക് ക്ലിയർ ബോക്സ് ടെസ്റ്റിംഗ്, ഓപ്പൺ ബോക്സ് ടെസ്റ്റിംഗ്, ഗ്ലാസ് ബോക്സ് ടെസ്റ്റിംഗ്, ട്രാൻസ്പെറൻറ്റ് ബോക്സ് ടെസ്റ്റിംഗ്, കോഡ് ബേസ്ഡ് ടെസ്റ്റിംഗ്, സ്ട്രക്ചറൽ ടെസ്റ്റിംഗ് എന്നിങ്ങനെ പറയാം. Software testing method in which the internal structure or design or implementation of the item being tested is known to the tester. ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ടെസ്റ്റിംഗ് മെത്തേഡിൽ ഇന്റേണൽ സ്ട്രക്ചർ, ഇംപ്ലിമെന്റേഷനും ഡിസൈനും എല്ലാം തന്നെ ടെസ്റ്റർ അറിഞ്ഞിരിക്കണം. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ഇൻവോൾവ്സ് ദ ടെസ്റ്റിംഗ് ഓഫ് ദ സോഫ്റ്റ്വെയർ കോഡ് ഫോർ ടു ടെസ്റ്റ് ഇന്റേണൽ സ്ട്രക്ചർ, guarantees the traversal of all independent paths at least once, evaluate all logical decisions and find whether they are true or false. The functionality of conditional loops, testing of each statement, object and function on an individual base. വൈറ്റ് ബോക്സ് ടെസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് ഇന്റേണൽ സ്ട്രക്ചർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു പ്രോഗ്രാമിൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് കാണും. ഓരോ ഫങ്ഷൻസും അറ്റ് എ ടൈം ഡിഫറെൻറ്റ് വാല്യൂസിലായിരിക്കും വർക്ക് ചെയ്യുക. അപ്പം ഓരോ ഫങ്ഷൻസും കൂടെ കടന്നു പോയി റിസൾട്ട് കിട്ടുന്ന ഓരോ ഇൻഡിപെൻഡൻറ്റ് പാർട്ടും അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും ചെക്ക് ചെയ്തിരിക്കണം. എല്ലാ ലോജിക്കൽ ഡിസിഷൻസും ട്രൂ ഫാൾസും ചെക്ക് ചെയ്തിരിക്കണം. ഫങ്ഷനാലിറ്റി ഓഫ് കണ്ടീഷണൽ ലൂപ്സ് പ്രോഗ്രാമിൽ ചെക്ക് ചെയ്തിരിക്കണം. സ്റ്റേറ്റ്മെൻറ്റ്സും ഒബ്ജക്റ്റും ഫങ്ഷൻസും ഇൻഡിവിജ്വലായിട്ട് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഒന്ന് കൺട്രോൾ സ്ട്രക്ചർ ടെസ്റ്റിംഗ് ഉണ്ട്, ബേസിസ് പാത്ത് ടെസ്റ്റിംഗ് ഉണ്ട്. അതിൽ കൺട്രോൾ സ്ട്രക്ചർ ടെസ്റ്റിംഗിൽ 2 എണ്ണം പറയാൻ, ലൂപ്പ് ടെസ്റ്റിംഗും കണ്ടീഷൻ ടെസ്റ്റിംഗും. ഇനി എന്താണ് കൺട്രോൾ സ്ട്രക്ചർ ടെസ്റ്റിംഗ് എന്ന് നോക്കാം. അതിൽ ലൂപ്പ് ടെസ്റ്റിംഗും കണ്ടീഷൻ ടെസ്റ്റിംഗുമാണ് പറയാൻ പോകുന്നത്. എന്താണ് കണ്ടീഷൻ ടെസ്റ്റിംഗ്? ഒരു പ്രോഗ്രാം മോഡ്യൂളിലുള്ള കണ്ടീഷൻസ് എല്ലാം ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കണ്ടീഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുക. ടു ടെസ്റ്റ് ദ ലോജിക്കൽ കണ്ടീഷൻ ഇൻ ദ പ്രോഗ്രാം മോഡ്യൂൾ, the condition testing is used. Condition can be Boolean or a relation expression. Condition Boolean or relation expressions. Boolean means
either the condition true or false ആണ് ബൂളിയൻ എന്ന് പറയുന്നത്. എക്സ്പ്രഷൻസ് മീൻസ് arithmetic expressions ആവാം, logical expressions ആവാം. The condition is incorrect in the following situations: Boolean operators incorrect, missing or extra, Boolean variable is incorrect, parenthesis may be missing, incorrect or extra, error in relation operator, error in arithmetic expression. Boolean operators missing or incorrect or extra ആയി വരുമ്പോഴോ, വേരിയബിൾസ് ബൂളിയൻ വേരിയബിൾസ് ഇൻകറക്റ്റ് ആവുമ്പോഴോ, പാരാന്തസിസ് മിസ്സിങ്ങോ ഇൻകറക്റ്റോ എക്സ്ട്രാ ആവുമ്പോഴോ, അല്ലെന്നുണ്ടെങ്കിൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സിലുള്ള എറേഴ്സോ അരിത്തമെറ്റിക് എക്സ്പ്രഷൻസിലുള്ള എറേഴ്സോ ആവാം കണ്ടീഷൻസ് ഇൻകറക്റ്റ് ആവാനുള്ള സിറ്റുവേഷൻസ്. അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് ലൂപ്പ് ടെസ്റ്റിംഗ്. എന്താ ലൂപ്പ് ടെസ്റ്റിംഗ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൂപ്സ് ഉണ്ട്. സിമ്പിൾ ലൂപ്സ് ഉണ്ട്, നെസ്റ്റഡ് ലൂപ്സ് ഉണ്ട്, കൺകാറ്റിനേറ്റഡ് ലൂപ്സ് ഉണ്ട്, അൺസ്ട്രക്ചർഡ് ലൂപ്സ് ഉണ്ട്. സിമ്പിൾ ലൂപ്പിൽ നമ്മൾ കണ്ടീഷൻസ് എന്നാണോ പറയുന്നത് ആ കണ്ടീഷൻസ് എല്ലാം ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. സിമ്പിൾ ലൂപ്പിൽ n നമ്പർ ഓഫ് കേസസ് പറയും. n ഈക്വൽ ടു 0, n ഈക്വൽ ടു 1 to n ഈക്വൽ ടു m. മീൻസ് ഇപ്പോൾ ഒരു ഫിബൊനാച്ചി സീരീസ് ചെക്ക് ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ നമ്മളതിനൊരു ലൂപ്പ് പറയും. ആ ലൂപ്പ് സ്റ്റാർട്ടിങ് ടു എൻഡിങ് പറയും. സ്റ്റാർട്ടിങ് n ഈക്വൽ ടു 0 ആയിരിക്കും, എൻഡിങ് ചിലപ്പം 10 ആയിരിക്കും. 10 വരെയുള്ള ഫിബൊനാച്ചി സീരീസ് പ്രിന്റ് ചെയ്യാനായിരിക്കും. അപ്പോൾ ആ 10 വരെയുള്ള സിമ്പിൾ ലൂപ്പിൻ്റെ ആ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് സിമ്പിൾ ലൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെസ്റ്റഡ് ലൂപ്പ് മീൻസ് ഇപ്പോൾ മെട്രിക്സ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നെസ്റ്റഡ് ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. നെസ്റ്റഡ് ലൂപ്പിൽ ആദ്യം ഇന്നർ ലൂപ്പ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഔട്ടർ ലൂപ്പ് ചെക്ക് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യവും ഇന്നർ ലൂപ്പ് n ടൈംസ് വർക്ക് ചെയ്യും. അത് ഫോൾസ് ആവുന്ന കണ്ടീഷനിൽ ഔട്ടർ ലൂപ്പ് വീണ്ടും വർക്ക് ചെയ്യും. ഔട്ടർ ലൂപ്പ് എക്സിറ്റ് ആവുന്ന സമയത്ത് മാത്രമേ പ്രോഗ്രാമിൽ നിന്നും ബാക്കി കാര്യങ്ങൾ എക്സിറ്റ് ആവുള്ളൂ. ഇൻ കൺകാറ്റിനേറ്റഡ് ലൂപ്പ് മീൻസ് ഒരു പ്രോഗ്രാമിന് തമ്മിൽ ബന്ധമില്ലാത്ത രീതിയിൽ 1 by 1 ആയിട്ട് ലൂപ്പ് കണ്ടീഷൻസ് കൊടുപ്പിക്കുന്നതാണ് കൺകാറ്റിനേറ്റഡ് ലൂപ്പ്. അൺസ്ട്രക്ചർഡ് ലൂപ്പിൽ ഇറ്റ് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് കേസസ് ആണ് അൺസ്ട്രക്ചർഡ് ലൂപ്പ് എന്ന് പറയുന്നത്. അത് ഇത്രയും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൂപ്പ് ടെസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ലൂപ്പ് ടെസ്റ്റിങ്ങിൽ ഏത് കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആണ് എന്നുണ്ടെങ്കിലും എത്ര വാല്യൂസ് ആണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ അത്രയും വാല്യൂസിന് 1 by 1 ആയിട്ട് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ലൂപ്പ് ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് ബേസിക് പാത്ത് ടെസ്റ്റിംഗ്. ബേസിക് പാത്ത് ടെസ്റ്റിംഗ് ഈസ് എ സ്ട്രക്ചറൽ ടെസ്റ്റിംഗ് സ്ട്രാറ്റജി. ഇറ്റ് യൂസ് ടു ടെസ്റ്റ് ദ ഇൻഡിപെൻഡന്റ് എക്സിക്യൂഷൻ പാർട്ട് ഓഫ് എ പ്രോഗ്രാം അറ്റ് ഇറ്റ്സ് റൂൾസ്. ഒരു പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാത്ത് ടെസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഒരു പ്രോഗ്രാമിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പാത്ത് അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും ടെസ്റ്റ് ചെയ്തിരിക്കണം. ഒരു പ്രോഗ്രാമിൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് പാത്ത് കാണാം. എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ 3 കാര്യങ്ങളാണ്. ഒന്ന് ഫ്ലോ ഗ്രാഫ്, ഡിസൈൻ ദ ഫ്ലോ ഗ്രാഫ് ഫോർ ദ പ്രോഗ്രാം. 2 കാൽക്കുലേറ്റ് ദ സൈക്ലോമെട്രിക് കോംപ്ലക്സിറ്റി. 3 സെലക്ട് എ ബേസിസ് സെറ്റ് ഓഫ് പാത്ത്. എങ്ങനെയാണ് ഫ്ലോ ഗ്രാഫ് ഡിസൈൻ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഫ്ലോ ഗ്രാഫിൽ 3 എലമെന്റ്സ് ആണ് ഉള്ളത്. ഫ്ലോ ഗ്രാഫ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ലോജിക്കൽ കൺട്രോൾ ഫ്ലോ ഓഫ് ദ പ്രോഗ്രാം. എ ഗ്രാഫ് കൺസിസ്റ്റ് ഓഫ് എ സർക്കിൾ കാൾഡ് എ ഫ്ലോ ഗ്രാഫ് നോഡ്, arrow called edge or link, the area bounded by a node and a edge called a region. Region ഉണ്ടാവും, edge അല്ലെങ്കിൽ ലിങ്ക് ഉണ്ടാവും. then പ്രൊസീജിയർ സ്റ്റേറ്റ്മെന്റ്സ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കിൾസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ പ്രോഗ്രാമിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. സീക്വൻസ് മീൻസ് int equal to int a equal to 10, int b equal to 20, c equal to a plus b എന്ന് പറയുന്ന സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സിന് നമ്മൾ സർക്കിൾ വെച്ചും അതിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലോട്ട് പോകുന്നതിന് ആരോ വെച്ച് റെപ്രസെന്റ് ചെയ്യും. int a equal to 10, int b equal to 20. ഇനി നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റുകളുണ്ട് c equal to a plus b എന്നുള്ളത് ഒരു ആരോ ഇട്ട് അതിലോട്ട് റെപ്രസെന്റ് ചെയ്യും. ഇത് സീക്വൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഇഫ് ആണെന്നുണ്ടെങ്കിൽ ഇഫ് ഒരു കണ്ടീഷൻ ആണ് ചെക്ക് ചെയ്യുന്നത്, കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റിലോട്ട്, കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ്. ട്രൂ ഫോൾസും ആയിക്കഴിഞ്ഞാലും ലാസ്റ്റ് പോകുന്ന വേറൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇനി വൈൽ ലൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത് കണ്ടീഷൻ ചെക്ക് ചെയ്യുക, ട്രൂ ലൂപ്പിനകത്തോട്ട് കയറുക, കണ്ടീഷൻ ചെക്ക് ചെയ്യുക, ട്രൂ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ലൂപ്പിലോട്ട് പോവുക, വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുക, ട്രൂ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ലൂപ്പിലോട്ട് പോവുക. ലൂപ്പ് അണ്ടിൽ n ഈക്വൽ ടു എത്ര വാല്യൂ കൊടുത്തിരിക്കുന്നത് അത്രയും വരെ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആവുന്ന സമയത്താണ് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുന്നത്. ഇനി കേസ്, സ്വിച്ച് കേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യവും നമുക്കിപ്പം കേസിലോട്ട് കയറുക, ആ കേസ് എക്സിക്യൂട്ട് ചെയ്യുക, എക്സിറ്റ് ആവുക, കേസിലോട്ട് കയറുക,
ആ കേസ് എക്സിക്യൂട്ട് ചെയ്യുക, എക്സിറ്റ് ചെയ്യുക, കേസിലോട്ട് കയറുക, ആ കേസ് എക്സിക്യൂട്ട് ചെയ്യുക, എക്സിറ്റ് ചെയ്യുക, അങ്ങനെ n കേസസ് നമുക്ക് ഇതുപോലെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് നമ്മൾ ബേസിക് പാർട്ട് ടെസ്റ്റ് നോക്കുന്നത് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് ഒരു ബൈനറി സെർച്ച് മെത്തേഡാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ സൈക്കോമെട്രിക് കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇൻറ്റു ബോട്ടം ഈക്വൽ ടു 0 ഇൻറ്റു ടോപ്പ് ഈക്വൽ ടു n-1 പ്രോസസ്സിംഗ് നടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ മാത്രമേ നമ്മൾ നമ്പർ ഇട്ടിട്ടുള്ളൂ. ഇതെന്ന് പറയുന്നത് ഡിക്ലറേഷൻ മാത്രമാണ്. ഇനിഷ്യലൈസേഷൻ ഉണ്ട്, പ്രോസസ്സിംഗ് ഞങ്ങളുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ട്രൂ അല്ലെങ്കിൽ ഫാൾസോ, ഇതിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, എക്സിറ്റ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നമ്പർ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബോട്ടം ഈക്വൽ ടു 1. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ബോട്ടത്തിന് വേണ്ടിയിട്ട് 1 ഇട്ടു. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ടോപ്പ് ഈക്വൽ ടു n-1 ആണ്. ടോപ്പ് ഈക്വൽ ടു n-1 നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 2 ഇട്ടു. ദെൻ നെക്സ്റ്റ് വൈൽ ലൂപ്പാണ്. അത് നമ്മൾ 3 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് സർക്കിൾ ഇട്ടു. നെക്സ്റ്റ് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റിലോട്ടാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതിനകത്തുള്ളതാണ്. മിഡ് ഈക്വൽ ടു ടോപ്പ് പ്ലസ് ബോട്ടം ബൈ 2 എന്ന് പറയുന്നത് വീണ്ടും ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റാണ്. അഞ്ചാമത്തത് ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റാണ്. അതിട്ട് അതിനുശേഷം ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൽ ട്രൂവും ഫാൾസും കാണും. ട്രൂ ആണെന്നുണ്ടെങ്കിൽ ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സിക്സ്ത് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകും അല്ലേ. ദെൻ റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് എൻഡ് ആവുകയാണ് 11. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കും നമ്മുടെ വൈൽ ലൂപ്പായിരുന്നു. ഇനി വൈൽ ലൂപ്പ് വീണ്ടും മിഡിലോട്ട് വന്ന് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തു. ദെൻ ഫിഫ്ത്ത് വീണ്ടും ട്രൂ ആണ്. ഈ ഒരു പാത്ത് നമ്മൾ പറഞ്ഞു, ട്രൂ ആയ പാത്ത് പറഞ്ഞു. ഇതെന്ന് പറയുന്നത് ട്രൂ പാത്ത്, 7 വരെ ട്രൂ. ഇനി എൽസ് പാത്ത് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ, 5-ൽ നിന്നും സ്റ്റേറ്റ്മെൻറ്റ് 5-ൽ നിന്നും ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 8th സ്റ്റേറ്റ്മെൻറ്റിലോട്ട്, 8th സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റാണ്. അതിൽ ട്രൂവും ഫാൾസും ആണ്. ട്രൂ ആണെന്നുണ്ടെങ്കിൽ 9th ദെൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ 10th സ്റ്റേറ്റ്മെൻറ്റിലോട്ട്. ഇവിടെ 2 കഴിഞ്ഞാലും ട്രൂ ആണ്, ഫോൾസ് ആണെന്ന് കഴിഞ്ഞാലും വൈൽ ലൂപ്പാണ്. വീണ്ടും ചെക്ക് ചെയ്യുന്നു, വീണ്ടും വൈൽ ലൂപ്പിലോട്ടാണ് പോകുന്നത്. ഇവിടെ ഇതിനെയാണ് നമ്മൾ ഈ പറയുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഫ്ലോ ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഫ്ലോ ഗ്രാഫിൽ ശരിക്കും 1, 2, 3, 4 റീജിയൻ ഉണ്ട്. 4 റീജിയൻ പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്ന് പറയുന്നത് ക്ലോസ്ഡ് റീജിയൻ, 2 എന്ന് പറയുന്നത് ക്ലോസ്ഡ് റീജിയൻ, 3 എന്ന് പറയുന്നത് ക്ലോസ്ഡ് റീജിയൻ, 4 എന്ന് പറയുന്നത് ഓപ്പൺ റീജിയൻ. അപ്പം ഈ പറയുന്നത് പോലെ 4 റീജിയൻ ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഫ്ലോ ഗ്രാഫ് കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൽ നിന്ന് സൈക്കോമെട്രിക് കോംപ്ലക്സിറ്റി എന്നുള്ളത് നോക്കാം. ഇതുപോലെ റീജിയൻസ് എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സൈക്കോമെട്രിക് കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുന്നത്. വാട്ട് ഈസ് സൈക്കോമെട്രിക് കോംപ്ലക്സിറ്റി? ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് പാർട്സ് ഇൻ ദ ബേസിക് സെറ്റ് ഓഫ് പ്രോഗ്രാം that provide the upper bound for the number of tests that must be conducted to ensure that all the statements have been executed at least once. ഇവിടെ ശരിക്കും എത്ര പാത്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയണം. ഇനി അതിൽ നിന്ന് നമുക്ക് സൈക്കോമെട്രിക് കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാം. സൈക്കോമെട്രിക് കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത് 3 രീതിയിൽ കണ്ടുപിടിക്കുക. ഒന്ന്, സൈക്കോമെട്രിക് കോംപ്ലക്സിറ്റി ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് റീജിയൻ ഇൻ ദ ഫ്ലോ ഗ്രാഫ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതിൽ അവിടെ 4 റീജിയൻ ഉണ്ട്. 1, 2, 3, 4 റീജിയൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് സൈക്കോമെട്രിക് കോംപ്ലക്സിറ്റി 4 എന്ന് പറയാം. അല്ല എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ വെച്ച് പറയാം. സൈക്കോമെട്രിക് കോംപ്ലക്സിറ്റി ഈക്വൽ ടു E - n+2. ഇപ്പം ഇവിടെ E എന്ന് പറയുന്നത് എഡ്ജസ് ആണ്. ദെൻ N എന്ന് പറയുന്നത് നോഡുകളാണ്. ദെൻ +2 ആണ് ഇക്വേഷൻ പറയുന്നത്. നമുക്ക് നോക്കാം E എന്ന് പറയുന്നത് എത്ര എഡ്ജസ് ഉണ്ടെന്ന് നോക്കാം. 1, 2, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12,
13 എഡ്ജസ് ഉണ്ട്. ഇനി നോഡ് എത്ര ഉണ്ടെന്ന് നോക്കാം. നോഡ് മൊത്തത്തിൽ 11 നോഡ് കാണും. ഈ പറയുന്നതാണ് നോഡ് എന്ന് പറയുന്നത്. നോഡ് 13 എഡ്ജ് മൈനസ് 11 നോഡ് പ്ലസ് 2 മീൻസ് 2 + 2 4. നമ്മൾ സെയിം റീജിയൻ കണ്ടുപിടിച്ച അതേ വാല്യൂ തന്നെ കിട്ടി 4. നെക്സ്റ്റ് സൈക്കോമെട്രിക് കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാനുള്ളത് P + 1 = എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് നോട്ട്സ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ശരിക്കും ഡിസിഷൻ മേക്കിംഗ് നോട്ട്സ് എന്ന് പറയുന്നത് ഒന്ന് വൈൽ ഇപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ആണ്. ദെൻ ഇഫ് 5 എന്ന് പറയുന്ന നോഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ദെൻ ഇവിടെ വീണ്ടും ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതും ഡിസിഷൻ മേക്കിംഗ് നോഡുകളാണ്. 3 എണ്ണം ഉണ്ട്. അപ്പോൾ P = 3 ആണ്. 3 + 1 = 4. ദാറ്റ് ഈസ് 3 ശരിക്കും 4 ആയിട്ടുള്ള സൈക്കോമെട്രിക് കോംപ്ലക്സിറ്റി നമുക്ക് ഇതിലും കിട്ടി. നമുക്ക് പാത്ത് എത്ര പാത്തുകൾ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാം. ബേസിക് പാർട്സ് കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. 1 then 2 3 4 5 6 7 11 വരെ ആയപ്പോൾ ഒരു പാത്തായി. നെക്സ്റ്റ് നോക്കാം. 1 2 3 3യിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നേരെ 11ലോട്ട് പോവാം. അപ്പോൾ എൻഡ് ചെയ്യാണ്, ഫംഗ്ഷൻ എൻഡ് ചെയ്യാണ്. രണ്ടാമത്തെ പാത്തായി. മൂന്നാമത്തെ പാത്ത് എന്ന് പറയുന്നത് 1 2 3 4 5 5ൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ 8 9 3 ഇങ്ങനെ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് 1 2 3 4 5 8 10 3 ഇങ്ങനെയും പാട്ടുണ്ട്. ഈ പാർട്ടാണ് ശരിക്കും നമ്മൾ പറയുന്നത് സെറ്റ് ഓഫ് പാർട്സ് 4 എണ്ണം ഉണ്ട്. 1 2 3 11. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് 1 2 3 11. ദെൻ തേർഡ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇഫിൻ്റെ കണ്ടിന്യൂഷനുള്ള പാർട്ടാണ്. 3 വീണ്ടും കണ്ടിന്യൂഷനാണ്. അതിതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 1 2 3 4 8 10 3 ഇത് അങ്ങനെ 4 പാർട്ടുണ്ട്. 4 ഇൻഡിപെൻഡൻറ്റ് പാർട്ട് പ്രോഗ്രാമിലേക്കാണ്. Calculate the cyclomatic complexity for the following program. Explain your approach. അതിൽ ടെമ്പർ എന്ന് പറയുന്നത് ജസ്റ്റ് ഇൻഫ്ലവേഷൻ മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് അത് നമ്പർ ഇടേണ്ട ആവശ്യമില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി നമുക്ക് അറിയാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ 2 ആണെന്നുണ്ടെങ്കിൽ ടെമ്പ് ഈക്വൽ ടു എ കൊടുക്കും. എന്താണെന്നുണ്ടെങ്കിൽ ടെമ്പ് ഈക്വൽ ടു ബി. അത് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ വരച്ചു. അവിടെ നിന്ന് വീണ്ടും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സി ഗ്രേറ്റർ ദാൻ ടെമ്പ് ആണെന്ന് ചെക്ക് ചെയ്യും. 2 ആണെന്നുണ്ടെങ്കിൽ ടെമ്പ് ഈക്വൽ ടു സി. എൽസ് ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യും. 2 ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യും. റിസൾട്ട് റിട്ടേൺ ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ 3 റീജിയനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ സൈക്കോമെട്രിക് കോംപ്ലക്സ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ നോഡ് വെച്ച് പറയാം. ഈ R1 R2 R3 3 റീജിയനുണ്ട്. 2 ക്ലോസ്ഡും മൂന്നാമത് ഓപ്പൺ ആയിട്ടുള്ള. അപ്പോൾ 3 റീജിയൻ ആയതുകൊണ്ട് സൈക്കോമെട്രിക് കോംപ്ലക്സ് സിമ്പിളായിട്ട് പറയാൻ 3 എന്നുള്ളത്. ബാക്കിയോട് വേണമെങ്കിൽ നോക്കിയിട്ട് നോക്കി നോക്കാം. 1 2 3 4 5 6 6 നോഡാണ്. എഡ്ജസ് നോക്കാം. 1 2 3 4 5 6 7. അപ്പോൾ 7 minus 6 plus 2 1 plus 2 equal to 3 ഉണ്ട്. പിന്നെ ഡിസിഷൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 2 ഡിസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. 2 plus 1 3 അങ്ങനെ 3 രീതിയിൽ നമ്മൾ സൈക്കോമെട്രിക് കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാൻ പറ്റും.